ഹലോ എല്ലാവർക്കും SCIT സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2026 മെയ് 20 മുതലുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജനങ്ങൾക്കായിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഈ വയോജനങ്ങൾക്കായിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത്. ഇത് മാതൃക സ്വീകരിച്ച ഏത് രാജ്യത്തിന്റെ മാതൃകയാണ്? ജപ്പാന്റെ മാതൃക സ്വീകരിച്ചിട്ടാണ് കേരളത്തിലെ ആദ്യമായിട്ട് വയോജനങ്ങൾക്കായിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത്. ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് കടന്ന ആനകളെ തിരികെ കാട്ടിലേക്ക് അയക്കുന്നതിനായിട്ട് വനം വകുപ്പ് നടത്തുന്ന ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഗജമുക്തി. ഓപ്പറേഷൻ ഗജമുക്തി എന്നുള്ളത് ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടതാണ്? ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് കടന്ന ആനകളെ തിരികെ കാട്ടിലേക്ക് അയക്കുന്നതിനായിട്ട് വനം വകുപ്പ് നടത്തുന്ന ദൗത്യമാണ് ഓപ്പറേഷൻ ഗജമുക്തി. കടലിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് വിക്രോളി, മുംബൈയിലാണ്. വിക്രോളി കടലിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് വിക്രോളിയിലാണ്, മുംബൈയിലെ വിക്രോളിയിലാണ്. ആകെ നീളം 21 കിലോമീറ്റർ ആണ്. കടലിനടിയിലൂടെ കടന്നു പോകുന്നത് 7 കിലോമീറ്റർ ആണ്. അപ്പൊ എന്താ പോയിന്റ് എന്താ? കടലിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് മുംബൈയിലെ വിക്രോളിയിലാണ്. പി ജയരാജൻ എഴുതിയ പുതിയ പുസ്തകത്തിന്റെ പേരാണ് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. ആരുടെ പുസ്തകമാണ്? പി ജയരാജന്റെ പുതിയ പുസ്തകമാണ് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡിന് അർഹനായത് KV മോഹൻകുമാറാണ്. 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡിന് അർഹനായത് KV മോഹൻകുമാറാണ്. നോവലാണ് ഉല. നിയോഗികയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും. നോവൽ ഏതാണ്? ഉല. നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും. KV മോഹൻകുമാറിനാണ് 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത്. കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാന്റെ പുസ്തകത്തിന്റെ പേരാണ് അപ്പൻ മൈ എക്സ്പീരിയൻസസ് വിത്ത് നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാന്റെ പുസ്തകമാണ് അപ്പൻ മൈ എക്സ്പീരിയൻസസ് വിത്ത് നരേന്ദ്രമോദി. ഇറാഖ് പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് അലി ഫാലിഹ് ഖാദിം അൽ സൈദി. അലി ഫാലിഹ് ഖാദിം അൽ സൈദി എന്നുള്ളത് എവിടുത്തെ പ്രധാനമന്ത്രിയാണ്? ഇറാഖിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് അലി ഫാലിഹ് ഖാദിം അൽ സൈദി. അലി ഫാലിഹ് ഖാദിം അൽ സൈദി. ഈയിടെ വിവരാവകാശ നിയമത്തിന് പരിധിയിൽ വരില്ല എന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയ സ്ഥാപനമാണ് BCCI. വിവരാവകാശ നിയമത്തിന് പരിധിയിൽ വരില്ല എന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയ സ്ഥാപനം എന്താണ്? BCCI ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സ്വയം നിയന്ത്രിത യുദ്ധവിമാനമായ കാൽ ഭൈരവ് നിർമ്മിക്കാൻ ഇന്ത്യയുമായിട്ട് കരാറിൽ എത്തിയ രാജ്യമാണ് പോർച്ചുഗൽ. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സ്വയം നിയന്ത്രിത യുദ്ധവിമാനമായ കാൽ ഭൈരവ് നിർമ്മിക്കാൻ ഇന്ത്യയുമായിട്ട് കരാറിൽ എത്തിയ രാജ്യം ഏതാണ്? അത് പോർച്ചുഗലാണ്. ഓപ്പറേഷൻ 777 ഇന്ത്യൻ സാങ്കേതിക വിദ്യ ലോകമെമ്പാടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ 777. ഇന്ത്യൻ സാങ്കേതിക വിദ്യ ലോകമെമ്പാടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ 777. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സ്വയം നിയന്ത്രിത യുദ്ധവിമാനമായ കാൽ ഭൈരവ് നിർമ്മിക്കാൻ ഇന്ത്യയുമായി കരാറിലെത്തിയ രാജ്യം ഏതാണ്? അത് പോർച്ചുഗലാണ്. UK മേയർ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനാണ് തുഷാർ കുമാർ. UK മേയർ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനാണ് തുഷാർ കുമാർ. രാജ്യാന്തര ഭീകരവാദ വിരുദ്ധ ദിനം അത് മെയ് 21. രാജീവ് ഗാന്ധിന്റെ ചരമദിനമാണ് മെയ് 21 രാജ്യാന്തര ഭീകരവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ മെയ് 21 വേറൊരു ദിനം കൂടിയുണ്ട്, ലോക ചായ ദിനം കൂടിയുണ്ട്. എനിക്ക് ചായ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യും. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് യാങ് ഷുവാങ് സി. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് യാങ് ഷുവാങ് സി. യാങ് ഷുവാങ് സി. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് യാങ് ഷുവാങ് സി ആണ്. എഴുത്തുകാരിയുടെ യഥാർത്ഥ പേരാണ് സായ് സുഹാൻ. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് യാങ് ഷുവാങ് സി. അവരുടെ യഥാർത്ഥ പേരാണ് സായ് സുഹാൻ. നോവല് തായ്വാൻ ട്രാവലോഗ്. മാൻഡറിൻ ഭാഷയിൽ നിന്നോ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യത്തെ നോവലാണ് ഇത്. വിവർത്തക ലിൻ കിങ് ആണ് അതിന്റെ ട്രാൻസ്ലേറ്റർ. 2025 ജേതാവായിരുന്നു ബാനു മുഷ്താഖാണ് 2025 ജേതാവ്. ആ കൃതി ഏതായിരുന്നു? 2025 ലഭിച്ച കൃതി ഹാർട്ട് ലാമ്പ് സെലക്ടഡ് സ്റ്റോറീസ് എന്ന കൃതിക്കാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവിന് ലഭിച്ചത്, ബാനു മുഷ്താഖിന് ലഭിച്ചത്. ഓക്കെ, അപ്പൊ 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് അത് യാങ് ഷുവാങ് സി ആണ്. യാങ് ആണ് 2026 ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കും ഈ ക്വസ്റ്റ്യൻ. യാങ് ഷുവാങ് സി ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ്. ഇവരുടെ യഥാർത്ഥ പേരാണ് സായ് സുഹാൻ. ഏത് നോവലിനാണ് ലഭിച്ചത്? തായ്വാൻ ട്രാവലോഗ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? മാൻഡറിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ നോവലാണ്
തായ്വാൻ ട്രാവലോഗ്. ഓക്കെ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തതായിരുന്നു ട്രാൻസ്ലേറ്റർ ലിൻ കിങ് ആണ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ 2025 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ജേതാവാണ് ബാനു മുഷ്താഖ്. അവരുടെ കൃതിയാണ് ഹാർട്ട് ലാമ്പ് സെലക്ടഡ് സ്റ്റോറീസ്. ഓക്കെ, ചന്ദ്രന്റെ ഉപരിതലം വെറും പൊടിപടലങ്ങൾ നിറഞ്ഞതല്ലെന്നും മറിച്ച് 2 പാളികളുണ്ടെന്നും കണ്ടെത്തിയ സ്ഥാപനമാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ചന്ദ്രന്റെ ഉപരിതലം വെറും പൊടിപടലങ്ങൾ നിറഞ്ഞതല്ലെന്നും മറിച്ച് 2 പാളികളുണ്ടെന്നും കണ്ടെത്തിയ സ്ഥാപനമാണ് ISRO. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷാ സംഭാവനകളെ മാനിച്ചു അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരമാണ് അഗ്രിക്കോള മെഡൽ. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷാ സംഭാവനകളെ മാനിച്ചു അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരമാണ് അഗ്രിക്കോള മെഡൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് ഹൗസ് AI സിനിമയാണ് വാഗ്ദത്ത ഭൂമി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് ഹൗസ് AI സിനിമയുടെ പേരാണ് വാഗ്ദത്ത ഭൂമി. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI ചിത്രമാണ് വാഗ്ദത്ത ഭൂമി. ഇതിന്റെ രചന ആനിമേഷൻ സംവിധാനം ചെയ്തത് സിദ്ദീഖ് പറവൂരാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ട് ഹൗസ് AI സിനിമ ഏതാണ്? വാഗ്ദത്ത ഭൂമിയാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI ചിത്രമാണ് വാഗ്ദത്ത ഭൂമി. ഇതിന്റെ രചനയും ആനിമേഷനും സംവിധാനം ചെയ്തത് സിദ്ദീഖ് പറവൂരാണ്. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കി കൊച്ചിയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ യുദ്ധക്കപ്പലാണ് INS സുനൈന. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കി കൊച്ചിയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ യുദ്ധക്കപ്പലാണ് INS സുനൈനയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന സഹകരണ കൂട്ടായ്മയാണ് IOS സാഗർ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന സഹകരണ കൂട്ടായ്മയാണ് IOS സാഗർ. സാഗർ എന്നുള്ള ഫുൾ ഫോം എന്താ? സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ആൾ ഇൻ ദ റീജിയൻ. അതാണ് സാഗർ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുമായി നടത്തുന്ന സഹകരണ കൂട്ടായ്മയുടെ പേരാണ് IOS സാഗർ. കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാണ് മുഹമ്മദ് ഷാ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പ്രദേശമാണ് ബന്ദ. ഉത്തർപ്രദേശിലെ ബന്ദയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പ്രദേശം. നാഷണൽ ക്യാപിറ്റൽ റീജിയനിലെ ക്യാബ് അഗ്രഗേറ്റർമാർക്കും ഡെലിവറി പങ്കാളികൾക്കും പുതിയ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ വിലക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ ഇന്ത്യൻ സ്റ്റേറ്റാണ് ഹരിയാന. നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ ക്യാബ് അഗ്രഗേറ്റർമാർക്കും ഡെലിവറി പങ്കാളികൾക്കും പുതിയ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ വിലക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? അത് ഹരിയാനയിലാണ്. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയുടെ വേദിയാണ് ഓസ്ലോ. ഈയിടെ ഒഡീഷ തീരത്ത് വിജയകരമായിട്ട് പരീക്ഷിച്ച ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പുതിയ ഗൈഡഡ് റോക്കറ്റ് ആർട്ടിലറി സംവിധാനമാണ് സൂര്യാസ്ത്ര. ഗൈഡഡ് റോക്കറ്റ് ആർട്ടിലറി സംവിധാനത്തിന്റെ പേരാണ് സൂര്യാസ്ത്ര. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയുടെ വേദിയുടെയാണ് അത് ഓസ്ലോയിലാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകാനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് പെർസെന്റേജ് ത്രെഷോൾഡ് സംവിധാനം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകാനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് പെർസെന്റേജ് ത്രെഷോൾഡ് സംവിധാനം. ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിലൊന്നായ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ മലയാളി വനിതയാണ് KV അതുല്യ. ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിലൊന്നായ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ മലയാളി വനിതയാണ് KV അതുല്യ. VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാര ജേതാവാണ് TM അബ്രഹാം. VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാര ജേതാവാണ് TM അബ്രഹാം ആണ്. നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ ക്യാബ് അഗ്രഗേറ്റർമാർക്കും ഡെലിവറി പങ്കാളികൾക്കും പുതിയ പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ വിലക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ ഇന്ത്യൻ സ്റ്റേറ്റാണ് ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പ്രദേശം അത് ഉത്തർപ്രദേശിലെ ബന്ദയിലാണ്. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോ ആയി അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. 2026 സാഹിതി സഖ്യം MP പോൾ പുരസ്കാരത്തിന് അർഹനായത് ആശാ മേനോനാണ്. 2026 സാഹിതി സഖ്യം MP പോൾ പുരസ്കാരത്തിന് അർഹനായത് ആശാ മേനോൻ. 2026 ഈ സ്പോർട്സ് ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അരവിന്ദ് ചിദംബരമാണ്. 2026 ഈ സ്പോർട്സ് ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് അരവിന്ദാണ്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് ആൻഡ് ചിരാഗ് ഷെട്ടിക്കാണ്
തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് ആൻഡ് ചിരാഗ് ഷെട്ടി. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. മെയ് 22 2026 പ്രമേയമാണ് ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട്. ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് ആണ് 2026 പ്രമേയം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സ്റ്റേറ്റാണ് കേരളം. AI പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. AI വകുപ്പിന്റെ മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. രണ്ടാമതായിട്ട് രൂപീകരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. രണ്ടാമതായി രൂപീകരിച്ച സ്റ്റേറ്റാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മറൈൻ ഗ്യാസ് ടർബൈൻ സൗകര്യം സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പ്രൈവറ്റ് ആയിട്ടുള്ള മറൈൻ ഗ്യാസ് ടർബൈൻ സൗകര്യം സ്ഥാപിക്കുന്ന സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ്. കേരളത്തില് സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായിട്ട് UDF സർക്കാർ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന റെയിൽവേ പദ്ധതിയാണ് അതിവേഗ റെയിൽ ഇടനാഴി. അതിവേഗ റെയിൽ ഇടനാഴി. കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായിട്ട് UDF സർക്കാർ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന റെയിൽവേ പദ്ധതിയാണ് അതിവേഗ റെയിൽ ഇടനാഴി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിതയാണ് സുഹ്റ സിറാജ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിതയാണ് സുഹ്റ സിറാജാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടിയുടെ നേപ്പാൾ ഭാഗത്ത് കൂടി ഒരു ദിവസം കൊണ്ട് 274 പർവ്വതാരോഹകർ കയറി റെക്കോർഡ് സ്ഥാപിച്ചത് ഡേറ്റാണ് മെയ് 20 2026 മെയ് 20 ഈ സംഘത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരാണ് തുളസി റെഡ്ഡി, സന്ദീപ് ആരെ, അജയ് പാൽ സിംഗ്. സംഘത്തിലെ ഇന്ത്യക്കാർ ആരൊക്കെയായിരുന്നു? തുളസി റെഡ്ഡി, സന്ദീപ്, അജയ് പാൽ സിംഗ് ആണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത ആരാണ്? അത് സുഹ്റ സിറാജാണ്. ഇനി മെയിൽ അന്തരിച്ച പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനാണ് മുച്ചുകുന്ന് പത്മനാഭൻ നായർ. മൂച്ചുകുന്ന് പത്മനാഭൻ നായർ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഓട്ടൻതുള്ളലാണ്. കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ലഭിച്ചത് 2023 കേരള കലാമണ്ഡലം അവാർഡ് 2024 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മൂച്ചുകുന്നും പത്മനാഭൻ നായർ ഏത് മേഖലയിലും പ്രശസ്തനായ ഓട്ടൻതുള്ളൽ കലാകാരനാണ്, അന്തരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത് ഏത് സ്റ്റേറ്റാണ്? അത് കേരളത്തിലാണ്. 16ാമത് കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പ്രോട്ടേം സ്പീക്കർ ആണെങ്കിൽ G സുധാകരനാണ് പ്രോട്ടേം സ്പീക്കർ. 16ാമത് കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പ്രോട്ടേം സ്പീക്കർ ആണെങ്കിൽ G സുധാകരനാണ് പ്രോട്ടേം സ്പീക്കർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതിനോടുള്ള പ്രതിഷേധത്തിൽ രൂപീകരിച്ച പുതിയ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. CJP. ഇതിന്റെ സ്ഥാപകനാണ് അഭിജിത്ത് ദീപ് കെ. മുദ്രാവാക്യം മടിയും തൊഴിൽ രാഹിത്യമാണ് ഞങ്ങളുടെ ശരണം. മടിയും തൊഴിൽ രാഹിത്യമാണ് ഞങ്ങളുടെ ശരണം. കോക്രോച്ച് ജനതാ പാർട്ടി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതിനോടുള്ള പ്രതിഷേധത്തിൽ രൂപവൽക്കരിച്ച പുതിയ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി. LPGക്ക് പകരമായിട്ട് പൂനെയിലെ CSIR നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂർണ്ണമായും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത കുറഞ്ഞ ചെലവിലുള്ള ഇന്ധനത്തിന്റെ പേരാണ് DME ഗ്യാസ്. ഡൈമീഥൈൽ ഈഥർ ഗ്യാസ്. ദുബാരെ എലിഫന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലെ കുടകിലാണ് ദുബാരെ എലിഫന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കുടകിലാണ്. OBC ക്രിമിലിയർ പരിധി 8 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷമാക്കി ഉയർത്താൻ ശുപാർശ ചെയ്ത സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. OBC ക്രിമിലിയർ പരിധി 8 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷമാക്കി ഉയർത്താൻ ശുപാർശ ചെയ്ത സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. നിലവിലെ കേന്ദ്ര ഗവൺമെന്റ് മാനദണ്ഡ പ്രകാരം OBC നോൺ ക്രിമിലിയർ പരിധി 8 ലക്ഷം രൂപയാണ്. 15 ലക്ഷം ആക്കാൻ ശുപാർശ ചെയ്ത സ്റ്റേറ്റ് മഹാരാഷ്ട്രയിലാണ്. കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി. ISL ഫുട്ബോളിൽ കന്നി കിരീടം സ്വന്തമാക്കിയ ടീമാണ് ഈസ്റ്റ് ബംഗാൾ. ISL ഫുട്ബോളിൽ കന്നി കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? ഈസ്റ്റ് ബംഗാളാണ്. 10ാമത് കേരള സ്റ്റേറ്റ് പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് തൃശ്ശൂരാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരം, 3ാം സ്ഥാനം മലപ്പുറം. വേദിയാണെങ്കിൽ തൃശ്ശൂർ കേട്ടോ. 1ാം സ്ഥാനം തൃശ്ശൂരും വേദി തൃശ്ശൂരാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരം, 3ാം സ്ഥാനം മലപ്പുറമാണ്. ഓക്കെ, താങ്ക് യു.